ഞങ്ങളുടെ യാത്ര തുടങ്ങുമ്പോൾ പപ്പയും മമ്മിയും വിചാരിക്കാത്തൊരു സർപ്രൈസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവരൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ടത് ഏതാ? മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവലാണ് ഇഷ്ടം. എന്താ വെച്ച് കഴിഞ്ഞാല് മാനുവൽ ഓടിച്ച് പഠിച്ച കാരണം കൊണ്ട് സർപ്രൈസ് എന്താന്നൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ചെറിയൊരു സസ്പെൻസിൽ അത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പോകും വഴി തന്നെ ഒരു കൊച്ചു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ പപ്പേനെയും മമ്മീനും റെഡിയാക്കി ഇറങ്ങിയത് തന്നെ കുറച്ച് പള്ളികളിലൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ 1-2 പള്ളിയിലൊക്കെ കയറിയിട്ടാണ് നമ്മളുടെ ആ കൊച്ചു സസ്പെൻസിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഷോറൂമിലെത്തിയപ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കഴിഞ്ഞ സസ്പെൻസ് വീഡിയോയിൽ ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിനി എങ്ങാനും പ്രീമിയം വണ്ടി എടുത്തതാണോ എന്ന്. ബട്ട് ഞങ്ങൾക്കിത് അതിലേറെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ഡേ ആണ് കേട്ടോ അത്. എന്തായാലും നമ്മുടെ വണ്ടി കൊടുത്തു, നമ്മൾ വേറെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാണ്. എം ജിക്ക് നമുക്ക് ബൈ ബൈ പറയാൻ ടൈമായി. ബൈ ബൈ പറയില്ല. ടാരു ഇവിടെ അതിലേറെ സന്തോഷത്തിലാണ് കേട്ടോ. കാര്യം അവൾക്ക് ഒന്നും മനസ്സിലാവാനുള്ള പ്രായമായില്ലെങ്കിലും കാഴ്ചയൊക്കെ ഇപ്പോഴേ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം നോക്കി അവൾ ആകെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും കാര്യത്തിലേക്ക് അടക്കാം. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എം ജി കൊടുത്തുനിന്ന്. ബട്ട് ഈ ഒരു മൊമെൻറ്റ് ഞങ്ങൾക്ക് പ്രൈസ്ലെസ് ആയിട്ടുള്ളൊരു മൊമെൻറ്റാണ്. ഞങ്ങൾ കുറേയൊക്കെ മമ്മേനെയും പാപ്പേനെയും പിന്നെയും സർപ്രൈസുകൾ കൊടുത്തും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയെങ്കിലും ഫൈനലി ഇതാണ് ആ റിവീലിംഗ് ടൈം. യെസ്, ഇത് ഞങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും ഗിഫ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ്. സോ ഈ വരുന്ന നവംബറിൽ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. സോ വി തോട്ട് ടു ഗിഫ്റ്റ് എ കാർ ഫോർ ദം. ഇത്രയ്ക്കധികം അവർ സന്തോഷിക്കാൻ കാരണമുണ്ട്. ഒരു കുഞ്ഞു വണ്ടിയിൽ നിന്നാണ് ഇവർ ഡ്രൈവിംഗ് പഠിച്ചത്. സോ ആ ടൈമിൽ എപ്പോഴെങ്കിലും നന്നായി ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വണ്ടിയൊക്കെ എടുക്കാമെന്ന് പപ്പ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അതിനൊരു റൈറ്റ് ടൈം വന്നത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നി. ഈ ഒരു സജഷൻ പറഞ്ഞത് ഇച്ചായം തന്നെയായിരുന്നു. കാരണം ഞാൻ ഏറ്റവും ലക്കിയാണ് എനിക്കിതുപോലൊരു പാരൻസിനെ കിട്ടിയത്. ഞങ്ങളുടെ ഫ്യൂച്ചർ ഏറ്റവും നന്നാവണം, എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പാരൻസ് ആണ് ഞങ്ങളുടേതെന്നല്ല, മക്കളെ സ്നേഹിക്കുന്ന എല്ലാ പാരൻസും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. സോ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾ അച്ചീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്കും ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. എൻ്റെ ക്യാബിൻ ക്രൂ ലൈഫ് ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുന്ന തന്നെ വലിയ സന്തോഷം. നമ്മളെ കുറിച്ച് ഓർത്ത് ആരെങ്കിലും അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം വേറൊരു സന്തോഷം നമുക്ക് കിട്ടാനില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.